ഹലോ ഓൾ വെൽക്കം ടു റൈസ് അപ്പ് എത്തിക്സ് ഡെയിലി ആൻസർ റൈറ്റിംഗ് പ്രോഗ്രാം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഡേ 11 ഓഫ് എത്തിക്സ് ഡെയിലി ആൻസർ റൈറ്റിംഗ് പ്രോഗ്രാമിൻ്റെ ആൻസറാണ്. സോ ഇന്നത്തെ നമ്മൾ ആൻസറിലേക്ക് നോക്കുന്ന സമയത്ത് ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എ മിയർ കംപ്ലയൻസ് വിത്ത് ലോ ഈസ് നോട്ട് ഇനഫ്. ദ പബ്ലിക് സർവൻറ്റ് ഓൾസോ ഹാവ് ടു ഹാവ് എ വെൽ ഡെവലപ്ഡ് സെൻസിബിലിറ്റി ടു എത്തിക്കൽ ഇഷ്യൂസ് ഫോർ എഫക്റ്റീവ് ഡിസ്ചാർജ് ഓഫ് ഡ്യൂട്ടീസ്. ഡു യു എഗ്രി? Explain with the help of two examples where an act is ethically right but not legally, and second option is an act is legally right but not ethically. Okay, so here the structuring of the question goes like this. Here the question is about conflict between എന്താണ് ethics and ലോ തമ്മിലുള്ള കോൺഫ്ലിക്റ്റാണ് പറയുന്നത്. സംടൈംസ് എന്ത് ചെയ്യാറുണ്ട്, എത്തിക്സും ലോയും തമ്മിൽ കോൺഫ്ലിക്റ്റ് വരാറുണ്ട്. എത്തിക്കലായിരുന്ന കാര്യങ്ങൾ ചിലപ്പം ഇല്ലീഗലായിരിക്കാം, ചിലപ്പോൾ ലീഗലായിരിക്കുന്ന സാധനങ്ങൾ അൺഎത്തിക്കലായിരിക്കാം. സോ ഈ ഒരു കോൺഫ്ലിക്റ്റ് ഉള്ള സമയത്ത് ലോ മാത്രം അബൈഡ് ചെയ്യുക എന്നുള്ളത് പോരാ. പബ്ലിക് സർവൻറ്റ്സ് എന്ത് ചെയ്യേണ്ടി വരും? വെൽ ഡെവലപ്ഡ് എത്തിക്കൽ സെൻസിബിലിറ്റി വേണം, എത്തിക്കൽ റാഷണാലിറ്റി വേണം എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ്റെ ഡിമാൻഡ് പറയുന്നത്. അത് നിങ്ങൾ എഗ്രി ചെയ്യുന്നുണ്ടോ എന്നുള്ളതാണ്. അപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിനകത്ത് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ എത്തിക്സും ലോയും തമ്മിലുള്ള ഡിഫറൻസ് പറഞ്ഞിട്ട് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് ആൻസർ സ്റ്റാർട്ട് ചെയ്യാം എന്നുള്ളതാണ്. ഡിഫറൻസ് ബിറ്റ്വീൻ എത്തിക്സ് ആൻഡ് ലോ. അതേപോലെ തന്നെ അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു മെറ്റഫർ പോലെയുള്ള ഒരു സെൻറ്റൻസ് എഴുതിയതിന് ശേഷം നിങ്ങൾക്ക് ആ ഒരു ഡിഫറൻസസ് ഇട്ടതിന് ശേഷം നിങ്ങൾക്ക് ആൻസറിലേക്ക് വരാം. നമുക്കിവിടെ എഴുതിയിരിക്കുന്ന ആൻസർ എന്താണെന്ന് നോക്കാവേ. സോ ഇവിടെ പറയുന്നത് ലോ ഈസ് എ സ്കെൽട്ടൺ ഓഫ് പബ്ലിക് സർവീസസ്. ഇറ്റ്സ് ഗീവ് സ്ട്രക്ചർ, ബൗണ്ടറീസ് ആൻഡ് ഓർഡേഴ്സ്, ബട്ട് എ സ്കെൽട്ടൺ ബൈ ഇറ്റ്സെൽഫ് ഈസ് ലൈഫ്ലെസ്. It is ethics that forms the flesh and blood, animating the body with sensitivity, compassion and purpose. So what we are saying here that law is just a basic ആയ ഒരു സാധനം മാത്രമാണ്. ആ ബേസിക് ആയിട്ടുള്ള ലോയിലേക്ക് എത്തിക്സ് ആഡ് ചെയ്യുമ്പോൾ മാത്രമാണ് അതിനകത്ത് ലൈഫ് വരുന്നത് എന്ന രീതിയിലൊരു മെറ്റഫറാണ് നമ്മളിവിടെ കൊടുത്തിരിക്കുന്നത്. എന്നിട്ട് ഈ മെറ്റഫറിനെ നമ്മൾ എന്ത് ചെയ്യണം, ജസ്റ്റ് മെറ്റഫർ എഴുതിയിട്ട് കാര്യമില്ല, ഈ മെറ്റഫറിനെ നമ്മൾ എന്ത് ചെയ്യുന്നു, ക്വസ്റ്റ്യനുമായിട്ടും ലിങ്ക് ചെയ്യുക എന്നുള്ളതാണ് സെക്കൻഡ് പാർട്ടിൽ നമ്മൾ ചെയ്യേണ്ടത്. എ പബ്ലിക് സർവൻറ്റ് ഹു ഫോളോ ഓൺലി സ്കെൽട്ടൺ ഓഫ് ലോ മേ appear correct but remain hollow, and only when the flesh of ethics covers the bone does the public services become living and humane and effective. ഇപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, ക്വസ്റ്റ്യനിലേക്ക് കൂടി നമ്മൾ ലിങ്ക് ചെയ്തു. സോ ഇങ്ങനെ വേണം നിങ്ങൾ മെറ്റഫർ എഴുതുന്ന സമയത്ത് നിങ്ങൾ ആൻസേഴ്സിലേക്ക് വരാൻ വേണ്ടിയിട്ട്. രണ്ടാമത്തെ ഒരു ആസ്പെക്ട്സിലേക്ക് വരുമ്പം എത്തിക്സ് ഈസ് എ സെറ്റ് ഓഫ് മോറൽ പ്രിൻസിപ്പിൾ റൂട്ടഡ് ഇൻ ദ കൺസെൻസ്, റീസൺ ആൻഡ് സോഷ്യൽ നോംസ് ദാറ്റ് ഗൈഡ് ഹ്യൂമൻ കണ്ടക്ട് ഡിസ്റ്റിങ് ഫ്രം റൈറ്റ് ആൻഡ് റോങ്. ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോഡിഫൈഡ് സിസ്റ്റം ഓഫ് സ്റ്റേറ്റ് എൻഫോഴ്സ്ഡ് റൂൾ ഡിസൈൻ ടു മെയിൻറ്റെയിൻ ഓർഡർ ആൻഡ് ജസ്റ്റിസ്. Law thus provides the external framework of accountability, but mere legal compliance is not enough. A public servant must also embody ethical sensibility for the ethics and breathes life into the law and ensure. ഇവിടെ നമ്മൾ ഡിഫൈൻ ചെയ്തിട്ട് എന്ത് ചെയ്തിരിക്കുകയാണ്, ക്വസ്റ്റ്യനിലേക്ക് ലിങ്ക് ചെയ്തിരിക്കുന്നു. ഇവിടെ നമ്മളൊരു ജസ്റ്റ് ഒരു ഡയഗ്രാംസ് കൊടുത്തിട്ടുണ്ട്. ഈ ഡയഗ്രാംസിൽ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും എത്തിക്ക് 2-3-4 സിറ്റുവേഷനാണ്. ഒരു സിറ്റുവേഷനിൽ എത്തിക്കലാണ് ബട്ട് എന്താണ്, ഇല്ലീഗലാണ്. അതിനൊരു എക്സാമ്പിളാണ് നമ്മൾ ഷെൽട്ടറിങ് ഓഫ് റെഫ്യൂജീസ്. നമുക്ക് റെഫ്യൂജീസിന് ഷെൽട്ടർ കൊടുക്കുക എന്ന് പറയുന്നത് എത്തിക്കൽ ആക്ട് ആണ് അല്ലേ. നമ്മൾ സാധാരണ എന്താണ് പെർസിക്യൂട്ട് ചെയ്ത ആളുകൾക്ക് ഷെൽട്ടർ ചെയ്യുക. പക്ഷേ ലീഗലി എന്താ ചെയ്യാൻ പാടില്ല, നമ്മൾ ലീഗൽ നോട്ടിഫിക്കേഷൻ ഇല്ലാതെ, ലീഗൽ ഉത്തരവാദിത്തങ്ങളില്ലാതെ നമുക്ക് അങ്ങനെ ഷെൽട്ടർ കൊടുക്കുന്നത് ഇല്ലീഗലായിട്ടുള്ള ഒരു ആക്ടിവിറ്റിയാണ്. അപ്പോൾ ഇവിടെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ലോയും എത്തിക്സും തമ്മിൽ കോൺഫ്ലിക്റ്റ് വരുന്നുണ്ട്. അതേപോലെ തന്നെ ഇവിടെ എന്താണ്, എത്തിക്കലാണ് പക്ഷേ ലീഗലുമാണ്. 2 സിറ്റുവേഷനും ഉണ്ട്. അതാണ് പേയിങ് ടാക്സസ്. എത്തിക്കലുമാണ് ലീഗലുമാണ്, ഒരു കുഴപ്പമില്ല. ഇവിടെ കോൺഫ്ലിക്റ്റ് ഒന്നുമില്ല, കോപ്പറേഷനാണ്. അതേപോലെ തന്നെ അൺഎത്തിക്കലും ഇല്ലീഗലും ഇവിടെയും കോൺഫ്ലിക്റ്റ് ഇല്ല, കോപ്പറേഷനാണ്. ദാറ്റ് ഈസ് ഡൗറി. പക്ഷേ അൺഎത്തിക്കലാണ്, ലീഗലായിട്ടുള്ള കാര്യങ്ങളാണ് മാരിറ്റൽ റേപ്പ്. ഇവിടെ എന്തുണ്ട്, വീണ്ടും ലോയും എത്തിക്സും തമ്മിലൊരു കോൺഫ്ലിക്റ്റ് വരുന്ന കാണാൻ പറ്റും. അപ്പോൾ ഇത്തരത്തിലുള്ള സിറ്റുവേഷൻസിലൊക്കെ നമുക്ക് എന്ത് ചെയ്യണം, നമുക്ക് കുറച്ചുകൂടി ആക്ട് ചെയ്യുമ്പോൾ നമ്മൾ വളരെ കൃത്യമായിട്ട് സെൻസിബിളായിട്ട് വേണം നമ്മളിവിടേക്ക് ആക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ പറയുന്നത്. ഇനി ക്വസ്റ്റ്യൻ്റെ ഫസ്റ്റ് പാർട്ടിലേക്ക് വരുന്ന സമയത്ത് ക്വസ്റ്റ്യൻ നമ്മളോടൊരു എക്സാമ്പിൾസ് വെച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്യണമെന്ന രീതിയിൽ തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ മാക്സിമം എന്ത് ചെയ്യുക, എക്സാമ്പിൾസ് തന്നെ ഇട്ടിട്ട് തന്നെ ഇത് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക എന്നുള്ളത് മറന്നു പോകാതിരിക്കുക കേട്ടോ. സോ പബ്ലിക് സർവൻറ്റ്സ് എന്ത് ചെയ്യുന്നുണ്ട്, കോൺസ്റ്റൻ്റ്ലി ദേ വിൽ ബി ഇൻ എ ഡിലമ ബിറ്റ്വീൻ ലോ ആൻഡ് എത്തിക്സിൽ കോൺഫ്ലിക്റ്റ് ആയി വരാറുണ്ട്. ബിക്കോസ് ലോ പല സമയത്തും കോൺഫ്ലിക്റ്റ് വരാം. ഒന്നാമത്തെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഈ പറഞ്ഞ പോലെ ലോയിൽ ബേസിക്സ് മാത്രമേ ഉണ്ടാവുള്ളൂ. സോ സ്ട്രിക്റ്റ് റൂൾസ് ആയിരിക്കും. പക്ഷേ നമ്മളൊരു റിയാലിറ്റി പ്രാക്ടിക്കൽ സിറ്റുവേഷനിലേക്ക് വരുമ്പം അവിടെ നമുക്ക് എന്ത് വേണ്ടി വരും, എമ്പതി വേണ്ടി വരും. എമ്പതി വേണ്ട സമയത്ത് ലോയിലുള്ളതിനെക്കാട്ടും എക്സ്ട്രാ ഒരു ആക്ഷൻ കൂടി എടുക്കേണ്ടി വരും ഫോർ പബ്ലിക് സർവീസ് ഡെലിവറിക്ക് വേണ്ടിയിട്ട്. അതേപോലെ തന്നെ പലപ്പോഴും ലോ എപ്പോഴും ഔട്ട്ഡേറ്റഡ് ആവാൻ ചാൻസസ് ഉണ്ട്. പിന്നെ മോഡേൺ സൊസൈറ്റിയൊക്കെ ആവുന്ന സമയത്ത് മെറ്റീരിയൽ ചേഞ്ച് ചെയ്യുന്ന സമയത്ത് മെറ്റീരിയൽ എന്ത് ചെയ്യും, പെട്ടെന്ന് ചേഞ്ച് ചെയ്യും. പക്ഷേ ലോ എന്ത് ചെയ്യില്ല, കുറച്ച് ഗ്യാപ്പ് ഉണ്ടാകും. കൾച്ചറലി ചേഞ്ചസ് വരാൻ വേണ്ടി കുറച്ച് ഗ്യാപ്പ് വരും. അപ്പോൾ മെറ്റീരിയൽ ചേഞ്ച്, ഫോർ എക്സാമ്പിൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഓൾറെഡി വന്നു, പക്ഷേ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് റെഗുലേറ്റ് ചെയ്യാനുള്ള ലോ നമുക്ക് ഇതുവരെ വന്നിട്ടില്ല. സോ ദിസ് ഗ്യാപ്പ് ബിറ്റ്വീൻ മെറ്റീരിയലിസം ആൻഡ് ദി ലോ ഈസ് നോൺ ആസ് കൾച്ചറൽ ഗ്യാപ്പ്.
സോ അല്ലെങ്കിൽ ആ കൾച്ചർ ഡെവലപ്പ് ആവാനുള്ള ഗ്യാപ്പിനെയാണ് നമ്മൾ കൾച്ചറൽ ലാഗ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, സോ ഇങ്ങനെയുള്ള കൾച്ചറൽ ലാഗ് വരുന്ന സിറ്റുവേഷനിൽ സൊസൈറ്റിയിൽ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? ലോ കൃത്യമായിട്ടുണ്ടാവില്ല. സോ ഇവിടെ നമ്മൾ എങ്ങനെയാണ് ഗൈഡ് ചെയ്യേണ്ടത്? എത്തിക്കലായിട്ടുള്ള സിറ്റുവേഷനാണ് ഗൈഡ് ചെയ്യേണ്ടത്. ആൻഡ് സിറ്റുവേഷൻ വേറെ അൺസർട്ടൺ ആയിട്ടുള്ള കാര്യങ്ങൾ, ഇപ്പോൾ ഡിസാസ്റ്റർ പോലെയുള്ള സിറ്റുവേഷൻസിൽ, നോർമൽ അല്ലാത്ത സിറ്റുവേഷൻസിലൊക്കെ ലോയിനെക്കാട്ടും കൂടുതൽ ഇമ്പോർട്ടൻസ് വരുന്നത് എത്തിക്കൽ പ്രിൻസിപ്പിളിനായിരിക്കും എന്നുള്ളതാണ്. സോ എത്തിക്സ് ഗെറ്റ് മോർ ഇമ്പോർട്ടൻറ്റ് ഹിയർ. സോ പബ്ലിക് സർവൻസിനെ സംബന്ധിച്ചോളം പല രീതിയിലും നമുക്കൊരു എത്തിക്കൽ മൊറാലിറ്റി ഡെവലപ്പ് ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിന് എക്സാമ്പിൾസ് നിങ്ങൾ നോക്കുകയാണെങ്കിൽ എത്തിക്കലി റൈറ്റ് ബട്ട് ലീഗലി നോട്ട് റൈറ്റ് ആയിട്ടുള്ള ആക്ഷൻസിൻ്റെ എക്സാമ്പിൾസ് ആണ് നോക്കുന്നതെങ്കിൽ ഇവിടെ എന്താണ് പബ്ലിക് സർവൻസ് എന്ത് ചെയ്യുന്നുണ്ട്? എത്തിക്കലി റൈറ്റ് ആയതുകൊണ്ട് തന്നെ ദർ ആക്ഷൻസ് വേർ എ പബ്ലിക് സർവൻറ്റ് വയലേറ്റ്സ് ബൈപ്പാസ് സർട്ടൻ റൂൾസ് ഓർ പ്രൊസീജിയർ ബട്ട് ദി ഇൻറ്റൻഷൻ ഓഫ് ഔട്ട്കം എന്തായിരിക്കും? റൈറ്റ് ആയിരിക്കും. ഇവിടെ ലീഗലി റോങ് ആണ്, പക്ഷേ എന്താണ്? എത്തിക്കലി റൈറ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പം ഇതിൻ്റെ എൻഡ് റിസൾട്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ എൻഡ് എന്തായിരിക്കും? എത്തിക്കലായിരിക്കും. പക്ഷേ എന്താണ്? നമ്മൾ ചിലപ്പം റൂൾസ് വയലേറ്റ് ചെയ്യേണ്ടി വന്നിട്ടുണ്ടാകും. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഒരു എർത്ത് ക്വേക്കിൻ്റെ സമയത്ത് അല്ലെങ്കിൽ ഒരു ഫ്ലഡിൻ്റെ സമയത്ത് നമുക്ക് പെട്ടെന്ന് അർജൻറ്റായിട്ടൊരു ഗുഡ്സ് വേണമെന്നുണ്ടെങ്കിൽ വി വിൽ പ്രൊക്യൂർ ഡയറക്ട്ലി ഫ്രം ദ മാർക്കറ്റ് റാദർ ദാൻ ഗോയിങ് ഫോർ ഓപ്ഷൻസ് ആൻഡ് വെൻഡർ പ്രൊസീജിയറൊന്നും ചെയ്യാത്തത്. സോ ദാറ്റ് ഈസ് അഗെയിൻസ്റ്റ് മേ ബി റൂൾസ്, ബട്ട് ഇറ്റ് ഈസ് സപ്പോർട്ട് ദി ആക്ഷൻ എന്ത് ചെയ്യുന്നുണ്ട്? അപ്പുറത്തെ സിറ്റുവേഷനിൽ ആ ഒരു ആക്ഷനെ നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ സച്ച് ആക്ഷൻ ക്യാൻ ഓൾസോ ഹാവ് കൈൻഡ് ഓഫ് എ പോസിറ്റീവ് ഇമ്പാക്ട്. ദേ അപ്ഹോൾഡ് ഹ്യൂമാനിറ്റേറിയൻ വാല്യൂസ് ചെയ്യുന്നുണ്ട്. കോമ്പാഷൻ, ജസ്റ്റിസ്, സ്ട്രെങ്തൻ പബ്ലിക് ട്രസ്റ്റ്, ഷോക്കേസിങ് റെസ്പോൺസീവ്നെസ് ഒക്കെ ഇവിടെ കൊടുക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. അതേപോലെ തന്നെ സെയിം ടൈം നെഗറ്റീവ് ഇംപ്ലിക്കേഷനും ഉണ്ട്. ഫോർ എക്സാമ്പിൾ, ഇപ്പം ഒരു പർട്ടിക്കുലർ ദർ ആർ നെഗറ്റീവ് ഇംപ്ലിക്കേഷൻ ബൈപ്പാസിംഗ് പ്രൊസീജിയർ മേ സെറ്റ് എ പ്രസിഡൻറ്റ് ഓഫ് മിസ്യൂസസ്. അതേപോലെ തന്നെ നമുക്കിപ്പം എത്തിക്സ് നമ്മൾ ഫോളോ ചെയ്യുക എന്ന് പറഞ്ഞിട്ട് നമ്മൾ ലോ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എത്തിക്കലായതുകൊണ്ട് ചിലപ്പോൾ നമ്മൾ കൃത്യമായിട്ടത് മാനേജ് ചെയ്യും. പക്ഷേ നാളെ വേറൊരാളാണത് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആലോചിച്ച് നോക്കിക്കുക, ചിലപ്പോൾ അവരത് കൃത്യമായിട്ട് എത്തിക്കലി ഫോളോ ചെയ്യണമെന്നില്ല. സോ ആ സിറ്റുവേഷനിലൊക്കെ ഇത് എന്ത് ചെയ്യാം? പ്രോബ്ലംസിലേക്ക് വരാൻ പറ്റുമെന്നുള്ളതാണ്. ഇതൊരു റോങ് പ്രസിഡൻസ് സെറ്റ് ചെയ്യും. അതുപോലെ തന്നെ നമ്മുടെ ഡിസിപ്ലിനെയും സിവിൽ സർവീസ് വാല്യൂസിനെയൊക്കെ ചിലപ്പം നെഗറ്റീവായിട്ടും ബാധിക്കാം. അതൊരു പ്രോബ്ലമാണ്. അതേപോലെ തന്നെ എത്തിക്കലി റൈറ്റ് ബട്ട് ലീഗലി നോട്ട് റൈറ്റ് ആക്ഷൻസ് റിവീൽ ദ ലിമിറ്റേഷൻ ഓഫ് റിജിഡ് ലീഗൽ ഫ്രെയിംവർക്ക്സ് ആണ്. അതായത് ലീഗാലിറ്റി എന്ന് പറയുന്നത് എന്തായിരിക്കും? ആ സൊസൈറ്റീൻ്റെ വൈഡ് കൾച്ചറൽ ആസ്പെക്ട്സ് കൂടി റെസ്പോണ്ട് ചെയ്യുന്ന പോലെ ആയിരിക്കും. ചിലപ്പോൾ അത് എത്തിക്കലി റോങ് ആയിരിക്കാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പോൾ അതൊരു സൊസൈറ്റീൻ്റെ റിജിഡിറ്റിയുടെ അതിനകത്ത് കാണിക്കുന്നുണ്ട്. പക്ഷേ നമ്മൾ എന്ത് ചെയ്യണം? വി ഷുഡ് റിമെയിൻ മോർ റെയർ എക്സെപ്ഷൻ ഓൾവേസ് ബി ഗൈഡഡ് ബൈ ഇൻറ്റഗ്രിറ്റി, ട്രാൻസ്പെറൻസി, അക്കൗണ്ടബിലിറ്റിയാണ് ഈ സിറ്റുവേഷനിൽ നമ്മൾ ഗൈഡഡ് ആവേണ്ടത് ഒരു സിവിൽ സർവൻറ്റ്. അതേപോലെ തന്നെ മറ്റൊരു സിറ്റുവേഷനാണ് ലീഗലി റൈറ്റ് ആണ് ബട്ട് എത്തിക്കലി റോങ് ആയിട്ടുള്ള കാര്യങ്ങൾ. ഫോർ എക്സാമ്പിൾ, എ ലീഗലി റൈറ്റ് ബട്ട് എത്തിക്കലി റോങ് ആക്ഷൻ അറൈസ് വെൻ ദ ലോ പെർമിറ്റ് സംതിങ് ദാറ്റ് ഗോസ് അഗെയിൻസ്റ്റ് മോറൽ വാല്യൂസ് ആണ്. ഫോർ ഇൻസ്റ്റൻസ്, മാരിറ്റൽ റേപ്പിൻ്റെ കാര്യം നിങ്ങൾക്ക് പറയാം. ഇപ്പോൾ മാരിറ്റൽ റേപ്പുമായിട്ട് നിങ്ങൾക്ക് ഒരാൾ കംപ്ലയിൻ്റ് ആയിട്ട് ഒരു ലേഡി ഓഫീസിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ലോ പ്രകാരം കേസ് എടുക്കാൻ പറ്റില്ല. പക്ഷേ എത്തിക്കലി നിങ്ങൾ എന്ത് ചെയ്യേണ്ടി വരും? ഇതിനകത്ത് ഒരു കോൺഫ്ലിക്റ്റ് അപ്പം നിങ്ങൾക്ക് അനുഭവിക്കും. കാരണം എന്താണ്? നിങ്ങൾക്കറിയാം ഇവിടെ റോങ് നടന്നിട്ടുണ്ട്, പക്ഷേ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല? ലീഗലി ആക്ഷൻസ് എടുക്കാൻ പറ്റുന്നില്ല. അപ്പോൾ ഇറ്റ് ഈസ് നോട്ട് കൺസിഡർ ആസ് എ ക്രൈം. സോ ലീഗലി സച്ച് ആൻ ആക്ട് ഈസ് പെർമിസിബിൾ ബട്ട് എത്തിക്കലി ഇറ്റ്സ് ഡീപ്ലി റോങ് ആൻഡ് ഇറ്റ് വയലേറ്റ് വുമൺ ഡിഗ്നിറ്റി ആൻഡ് ബോഡി ഓട്ടോണമി ആൻഡ് പ്രിൻസിപ്പിൾ ഓഫ് കൺസെൻറ്റ്. സോ ഈ ഇഷ്യൂവിൽ ഉള്ള ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഫണ്ടമെൻ്റൽ റൈറ്റ്സ് അണ്ടർമൈൻ ചെയ്യുന്നുണ്ട് വുമൻ്റെ. അതുപോലെ ഇക്വാലിറ്റി, സേഫ്റ്റി, അതുപോലെ തന്നെ നമ്മുടെ ഒബ്ജക്റ്റീവ് തന്നെ എന്താണ്? പബ്ലിക് സർവീസാണ്. അതിനൊക്കെ എതിരായിട്ടായിരിക്കും നമ്മളെ വർക്ക് ചെയ്യേണ്ടി വരിക. ഇത് പബ്ലിക് ട്രസ്റ്റ്. ഇങ്ങനെ ഇവിടെ നമ്മൾ ആക്ഷൻ എടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ പബ്ലിക് ട്രസ്റ്റിനെയും ലോയിനെയും ഒക്കെ എന്ത് ചെയ്യുന്നു? ഇത് ബാധിക്കുന്നു എന്നുള്ളതാണ്. ദസ് ലീഗൽ പ്രൊവിഷൻസ് നമ്മളിവിടെ എന്ത് ചെയ്യണം? ലീഗൽ സെർട്ടനിറ്റി നമുക്ക് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ് നമ്മളിവിടെ ചെയ്യേണ്ട ഒരു കാര്യം. സോ ഇതിനകത്ത് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇവിടെ എത്തിക്കൽ ഫെയിലിയേഴ്സ് ഇവിടെ നടക്കുന്നുണ്ട്. ദസ് മാറ്റർ റൈപ്പ് എക്സെപ്ഷൻ ഷോസ് ഹൗ ലോ ക്യാൻ ലാഗ് ബിഹൈൻഡ് എത്തിക്സ്. സോ ഇങ്ങനെയുള്ള സിറ്റുവേഷനിൽ നമ്മൾ പബ്ലിക് സർവൻറ്റ് വീണ്ടും എന്ത് ചെയ്തിരിക്കണം? എത്തിക്കലായിട്ട് വരികയും അവിടെ കോൺസ്റ്റിറ്റ്യൂഷണൽ മൊറാലിറ്റി വെച്ച് ആക്ട് ചെയ്യുകയാണ് നമ്മൾ ചെയ്യേണ്ടത്. ഇനി ഇതേപോലെ കോൺഫ്ലിക്റ്റ് വരുന്നുണ്ടെങ്കിലും പല സമയത്തും എത്തിക്സും ലോയും എന്ത് ചെയ്യാറുണ്ട്? കോപ്പറേഷനിലും വരാറുണ്ട്. സോ ലോയും എത്തിക്സും തമ്മിലുള്ള റിലേഷൻ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ലോ എന്ന് പറയുന്നത് എന്താണ്? ലോ കംസ് ആഫ്റ്റർ ആക്ഷൻ ആൻഡ് റെഗുലേറ്റിംഗ് കണ്ടക്ട് വിത്ത് സാങ്ഷൻസ്. നമ്മളൊരു ആക്ഷൻ എടുത്തതിന് ശേഷമാണ് എന്ത് ചെയ്യുന്നത്? ലോ വരുന്നത്. പക്ഷേ എത്തിക്സ് എന്ന് പറയുന്നത് എന്താണ്? ഈവൻ ഇൻ യുവർ തോട്ട്സ് എന്താണ്? എത്തിക്സ് അപ്ലൈഡ് ആണ്. സോ എത്തിക്സിൻ്റെ ഇൻറ്റൻഷൻ എന്താണ്? ഇൻറ്റൻഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ എഫക്റ്റീവ് ഡിസ്ചാർജ് ഓഫ് ഡ്യൂട്ടീസ് റിക്വയർ ബോത്ത് legality and morality. Law sets a humane minimum threshold of acceptable conduct, but ethics inspire decisions that go beyond legal formalities to service the larger good. In the ideal society, law is based on the ethical principle, making both distinct yet complementary ആണെന്ന് പറയും. സോ ഇൻ കേസസ് ഓഫ് കോൺഫ്ലിക്റ്റ് ബിറ്റ്വീൻ ലോ ആൻഡ് എത്തിക്സ്, എത്തിക്കൽ റീസണിങ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ
നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷണൽ മൊറാലിറ്റി എന്ത് ചെയ്യണം, പ്രിവെയിൽ ചെയ്യണം ഈ കോൺഫ്ലിക്റ്റ് ഉള്ള സമയങ്ങളിൽ. ലോ അൺജസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ ഗാന്ധി പറഞ്ഞതുപോലെ എന്താണ്, എത്തിക്കൽ കോൺഷ്യസ് ആണ് ഇവിടെ നമ്മൾ കൂടുതലായിട്ട് ഇമ്പോർട്ടൻസ് ആയി കൊടുക്കേണ്ടത്, ലോ അല്ല. മോർണിംഗിൽ ഞാൻ പറഞ്ഞ പോലെ ലോ എന്ന് പറയുന്നത് എന്താണ്, ജസ്റ്റ് ഫ്ലോറാണ്, സീലിംഗ് ആണ് എത്തിക്സ്. സോ നമ്മൾ എപ്പോഴും എത്തിക്കലായിട്ടായിരിക്കണം കൂടുതൽ ബിഹേവ് ചെയ്യേണ്ടത്. ലോ റിഫോം ചെയ്യാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം, ഒരു ഡെമോക്രാറ്റിക് സൊസൈറ്റിയിൽ നമ്മൾ എന്ത് ചെയ്യണം, റിഫോം ചെയ്യാൻ വേണ്ടിയിട്ട് അതിനകത്ത് ഒരു സിവിൽ സർവൻ്റ് ആക്റ്റീവായിട്ടുള്ള സ്റ്റെപ്സ് എടുക്കണം. അതുപോലെ തന്നെ ഒരു ബാലൻസ്ഡ് അപ്രോച്ചാണ് നമുക്കിവിടെ വേണ്ടത്. വിവേകാനന്ദ പറഞ്ഞ പോലെ നോ നാഷൻ ഈസ് ഗ്രേറ്റ് ഓർ ഗുഡ് ബിക്കോസ് പാർലമെൻറ്റ് എനാക്ട് ദിസ് ഓർ ദാറ്റ്, ബട്ട് ബിക്കോസ് മെൻ ആർ ഗ്രേറ്റ് ആൻഡ് ഗുഡ് ആൻഡ് ദ ഗുഡ് ക്യാരക്ടർ കംസ് ഫ്രം എത്തിക്സ് എന്നുള്ളതുപോലെ നമുക്ക് എന്ത് ചെയ്യാം, ഈ ആൻസർ കൺക്ലൂഡ് ചെയ്യാൻ പറ്റും. ഐ ഹോപ്പ് യു അണ്ടർസ്റ്റാൻഡ് ദി എക്സ്പ്ലനേഷൻ. താങ്ക് യു.